ഹലോ, നമസ്കാരം. ഞാൻ ആക്ച്വലി ഈ ടോക്ക് പ്രിപ്പയർ ചെയ്തിരുന്ന ഇംഗ്ലീഷിലാണ്. പിന്നെ ഡെവോപ്സ് മലയാളം ആയതുകൊണ്ട് കുറച്ച് മലയാളീകരിച്ച് പറയാൻ ഞാൻ ശ്രമിക്കാം. കുബർനെറ്റീസിൻ്റെ കാര്യങ്ങളൊക്കെ എത്രത്തോളം മലയാളീകരിച്ച് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ഒരു ശ്രമം നടത്താം. സോ ടോപ്പിക് ഇതാണ്, നേരത്തെ വായിച്ച പോലെ എൻഫോഴ്സിങ് സെക്യൂരിറ്റി ആൻഡ് കംപ്ലയൻസ് വിത്ത് കുബർനെറ്റീസ് പോളിസി എഞ്ചിൻസ്. ഓക്കെ, നേരത്തെ ആ കുട്ടി എന്നെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. സോ ഐ സ്റ്റാർട്ടഡ് ഓഫ് മൈ കരിയർ വിത്ത് ആസ് എ 3D ആർട്ടിസ്റ്റ്. അതായത് AR ആപ്ലിക്കേഷൻസിനും ചില ഗെയിംസിനും ഒക്കെ ഞാൻ എൻവയോൺമെൻറ്റ്സ് ഉണ്ടാക്കി കൊടുത്തിരുന്നു. പിന്നെ അത് നേരെ UI UX എഞ്ചിനീയറിംഗ് ആ ഒരു സൈഡിലോട്ട് പോയി. പിന്നെ തിങ് അബൌട്ട് ഡിസൈൻസ്, അതായത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമായിരിക്കില്ല ക്ലയൻസിന് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ക്ലാഷ് വന്നപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് മാറി. അങ്ങനെയാണ് ഞാൻ DevOpsൽ വന്നത്. At the moment, I'm very happy with DevOps. I'm working at a company called Alibytics. ഇതെൻ്റെ പ്രൊഫഷണൽ സൈഡാണ്. നോൺ പ്രൊഫഷണൽ അല്ലെങ്കിൽ ഇൻഫോർമൽ സൈഡ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ടെക് കമ്മ്യൂണിറ്റീസിൻ്റെ കുറേ ഭാഗമാണ്. ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു നോ ഗ്രഫാന കൊച്ചി. Does anyone? Okay. So ഗ്രഫാന കൊച്ചിയുടെ ഒരു ഓർഗനൈസറും കൂടെയാണ് ഞാൻ. പിന്നെ ബ്ലോഗ്സ് എഴുതും, കുറച്ച് പിള്ളേരെ പഠിപ്പിക്കാൻ പോകാറുണ്ട്. പിന്നെ ഞാൻ വല്ലപ്പോഴൊക്കെ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാറുമുണ്ട്, ചില സ്ക്രിപ്റ്റുകൾ എഴുതാറുണ്ട്. അത് ഈ വരുന്ന സ്ലൈഡുകളിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, സോ ബിഫോർ വി ബിഗിൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് നിങ്ങൾ കുറേ ഫോർമൽ സെഷൻസും കുറേ ഫോർമൽ പ്രസൻറ്റേഷൻസും കണ്ടിട്ടുണ്ടാവും. ഇത് അതുപോലൊരു സെഷൻ ആയിരിക്കത്തില്ല. ഐ നോ ദിസ് ഇസ് എ വെരി ടെക്നിക്കൽ ടോപ്പിക് റിലേറ്റഡ് ടു കുബർനെറ്റീസ്, പക്ഷേ ഐ വിൽ ബി ടേക്കിംഗ് മോർ ഓഫ് എൻ ഇൻഫോർമൽ അപ്രോച്ച്. കുറേ മീംസും കാര്യങ്ങളൊക്കെ കുത്തി നിറച്ചിട്ടുണ്ട്, അപ്പോൾ അത് ക്ഷമിക്കുകയായിട്ട്. പിന്നെ ഇവിടെ എത്ര പേര് കുബർനെറ്റീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്? അപ്പോൾ ഞാൻ കുറച്ച് പാടുള്ളൂ. ഓക്കെ, ഇവിടെ എത്ര പേര് കുബർനെറ്റീസിൽ പുതിയതാണ്? ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ എത്ര പേർക്ക് മലയാളം അറിയില്ല? ഹൗ മെനി ഓഫ് യു ഡോണ്ട് നോ മലയാളം? ഓക്കെ, okay, I'll just use a mix of Malayalam and English. Okay, as an overview, I'll be talking about policy engines, obviously, why it's used, its functionalities, and basically, should you even use it? If you what are the factors to consider? And then finally, a conclusion point is so. Okay, എൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ജസ്റ്റ് കൺസിഡർ ദ സിനാരിയോ. ഞാൻ കുബർനെറ്റീസ് പഠിച്ചു തുടങ്ങിയ സമയത്ത് എൻ്റെ അടുത്ത് എൻ്റെ സീനിയർ പറഞ്ഞു, നീ ഇത്രയും പഠിച്ചതല്ലേ, നീ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് കുബർനെറ്റീസിൽ ഡിപ്ലോയ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എനിക്ക് ഫസ്റ്റ് ടൈം ഹാൻഡ്സ് ഓൺ സാധനം ചെയ്യാം. അപ്പോഴത്തേക്ക് ആ ഒരു വിരിവിരുത്തിരിക്കുകയാണ്. I got very excited. So, yeah. Am I audible? So what I did was, I deployed an application which happens to be just my portfolio website. The application deployed, and this happened to be Friday evening. Okay, what happened was, രണ്ട് ദിവസം അവധിയാണ്. ഞാൻ ഡിപ്ലോയ് ചെയ്തതാണ്. എൻ്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് മാത്രമേ ഉള്ളൂ. There is nothing that could go wrong. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ ഡിപ്ലോയ്മെൻറ്റ് ഫയൽ, അതായത് YAML ഫയൽ എഴുതിയപ്പോൾ റിസോഴ്സ് ലിമിറ്റ്സ് ഞാൻ മെൻഷൻ ചെയ്തില്ല, ലേബൽസ് മെൻഷൻ ചെയ്തില്ല, അനോട്ടേഷൻസ് കൊടുത്തിട്ടില്ല. ഓക്കെ, ഇതായിരുന്നു സിനാരിയോ. അപ്പോൾ തിങ്കളാഴ്ച എല്ലാവരും വന്നപ്പോഴത്തേക്ക് എല്ലാവരുടെയും മെയിൽ ബോക്സസ് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയും അലേർട്ട്സും എസ്കലേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ബിക്കോസ് ഇറ്റ് വാസ് മോർ ലൈക്ക് എ ഡെവലപ്മെൻറ്റ് സാൻഡ് ബോക്സ്. അപ്പോൾ ഇവർ ഇങ്ങനെ ട്രേസ് ബാക്ക് ചെയ്ത് മണിക്കൂറോളം ഇരുന്ന് മനസ്സിലാക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് ഇവിടെ നിന്നാണ് ആ ഒരു പ്രശ്നം വന്നത്. അപ്പോൾ വാട്ട് ദേ ഡിഡ് വാസ് ദേ ജസ്റ്റ് ലുക്ക് ഇൻ ടു വാട്ട് വെന്റ് റോങ്. അപ്പോൾ മനസ്സിലായി, ഈ ഒബ്സർവബിലിറ്റി സാധനങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യുമ്പോൾ യു ഷുഡ് യൂസ് അനോട്ടേഷൻസ് ആൻഡ് ലേബിൾസ് സോ ദാറ്റ് ഒബ്സർവബിലിറ്റി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഇറ്റ്സ് മോർ എഫിഷ്യൻറ്റ്. പിന്നെ ദെൻ ദെയർ ഇസ് റിസോഴ്സ് ലിമിറ്റ്സ്, അതും വേണം.
it is Kubernetes. So അങ്ങനെയാണ് പ്രശ്നം ഉണ്ടായത് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു എൻ്റേത്. അതിൽ നിന്നാണ് ഞാൻ ഈ ഒരു സാധനം പഠിച്ചെടുത്തത്. So this is where the context comes in. So people who are actually in Kubernetes, I really hate to break it to you, because when it comes to Kubernetes, there's a lot of things that could go wrong. കാരണം നിങ്ങളൊന്ന് ആലോചിച്ചു, ഡിപ്ലോയിങ് an application in Kubernetes itself a complicated task. ആരും അങ്ങനെ ചെയ്യാറില്ല. യെസ്, ചെയ്യും, പക്ഷേ ഒരു വൺ ഓഫ് ടാസ്കിനൊന്നും കുബർനെറ്റീസ് ആരും ഉപയോഗിക്കാറില്ല. ഞാൻ ഉപയോഗിക്കും. സോ അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ ആരും സെക്യൂരിറ്റി സൈഡ് അങ്ങനെ നോക്കാറില്ല. സെറ്റിംഗ് എ കുബർനെറ്റീസ് എൻവയൺമെന്റ് ഇറ്റ്സെൽഫ് ഇസ് എ കോംപ്ലിക്കേറ്റഡ് തിങ്. ദെൻ ഹൂ കെയർസ് അബൌട്ട് സെക്യൂരിറ്റി? ബട്ട് വി ഷുഡ്. ഐ മീൻ, ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ്. So policy engines are basically tools or framework that enables automation of security and compliance stuff. So നിങ്ങൾക്ക് സ്ലൈഡിൽ കിടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വായിക്കാം, പക്ഷേ മിക്കവാറും അതിനെ ബേസ് ചെയ്തൊന്നും ആയിരിക്കില്ല ഞാൻ പറയുന്നത്. I just have the slides so that I have a good background while the pictures are complete. So Kubernetes Policy Engines, what they do, അതായത് ഇപ്പം നേരത്തെ ഞാൻ എൻ്റെ ഒരു കേസ് പറഞ്ഞപ്പോൾ I forgot to add annotations or resource limits. ഇപ്പോൾ I was a fresher. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു സാധനം ഡിപ്ലോയ് ചെയ്യുമ്പോഴത്തേക്ക് imagine a scenario where the Kubernetes cluster, I will be using the word Kubernetes a lot today. അപ്പോൾ Kubernetes cluster തിരിച്ചെനിക്കൊരു എററോ അല്ലെങ്കിൽ വാർണിങ്ങോ തന്നിരുന്നെങ്കിൽ I would have been able to correct before it made a huge mess on a Monday morning. This is what exactly Kubernetes Policy Engines do. So first role is obviously enforcing rules. Security തന്നെയാണ് മെയിൻ പ്രയോറിറ്റി. അതായത് കുബർനെറ്റീസിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ സെക്യൂരിറ്റി is the main priority. പക്ഷേ the other priority that I personally like is the fact that if you have a policy engine ready in your Kubernetes environment, you don't need to worry about making mistakes or breaking someone else's work. ഞാൻ ഡെവലപ്മെന്റ് സെർവറിലായിരുന്നു ഡിപ്ലോയ് ചെയ്തത്, അത് പ്രൊഡക്ഷനിലായിരുന്നെങ്കിൽ അപ്പോൾ ടെസ്റ്റിംഗ് ഇൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ട് ഇപ്പോൾ. ബട്ട് ലെറ്റ്സ് ജസ്റ്റ് നോട്ട് ഡു ദാറ്റ്. ബേസിക്കലി അതാണ്. പിന്നെ ബെസ്റ്റ് പ്രാക്ടീസസ്, അനോട്ടേഷൻസ് ഇതൊക്കെ സാധനങ്ങളെല്ലാം ആഡ് ചെയ്യുന്ന ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്രാക്ടീസസ് അണ്ടർ കുബർനെറ്റീസ്. സോ you can use policy engines to enforce that also. Then finally, compliance. Can anyone define what compliance is? Okay. ഇപ്പോൾ ഇവരെൻ്റെ അടുത്ത് പറഞ്ഞു 30 മിനിറ്റിൽ ടോക്ക് നിർത്തണം എന്നുള്ള രീതി പറഞ്ഞു. That's the rule they set up. So I have to follow that. So I am complying to that rule. This is what basically compliance is. Now, key functionalities, അതായത് പോളിസി എൻജിൻസ് ശരിക്കും എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു സാധനം. So imagine you are creating a pod using the kubectl command, or is it kubectl? Who says kubectl here? Okay, no one. You fine. So imagine you are creating a pod and you are doing it in the default namespace. People who has been using Kubernetes would know the value of default namespace. It's better not to touch it because you have a lot of breakable items running inside that particular namespace. And you're not, it's not a good practice to deploy anything in the namespace itself. The default namespace. So imagine you're doing something. If a policy engine is there in your environment, it will throw back an error. You should not do that. That's what it does. Validates if that particular request is right or wrong and gives you an output. If it's right, you'll be allowed to make it, do the pod creation, else it will be rejected. The next is mutation. Like it said, based on the policies, every request that you make to the Kube API server can be mutated. You can modify the resource creation and other stuff. So
so that it complies or follows the rules set up in the whole Kubernetes environment. Finally is compliance enforcement. I mean, if you have a policy set up, everything that you do will be based on a set of rules. So you'll have to automatically comply to what all rules that's been set up. Now, these are the three, I mean, this is not the only three policy engines out there. There are many other policy engines out there. Among them, Open Policy Agent is something the previous session she had talked about. So I won't be talking much about Open Policy Agent. I mean, why? Because Open Policy Agent or OPA or OPA as people refer to it, this is more like what do you say? It's more like a general policy management tool. So it's not just for Kubernetes. It's used for other things like CI/CD, security or version control and stuff. And there is actually an implementation of OPA in Kubernetes. That's called the Gatekeeper. I don't know how many of you are actually using it. Okay. So that's one thing. Now the other, so since it's not actually Kubernetes specialized stuff, I'm not going to touch more into OPA, but I'll be covering Kyverno and JSPOTs. So Kyver. Actually, this architecture diagram, I thought it would look cool in my slides, so that's why I added this. I'm not going to explain much into what this architecture stuff is. So this is how the architecture looks like. Okay, I'll just go to the next slide. So basically, what Kyverno is basically, I mean, it's actually a CNCF incubating project as of now. This was actually created by a company called Nirmata or Nirmata, I don't know how it's pronounced. So that's what. And the speciality of this policy engine in particular is that every Kubernetes people would be working with YAML files, right? You can write policies in YAML here. You don't need to understand a new language to write policies. For example, in the case of OPA, you'll have to write you'll have to write policies in a language called Rego, which I got to know a few weeks back. So that's the learning curve is not smooth. When it comes to Kyverno, it's YAML, Kubernetes people feels like home. So that's what it is. Then it enables seamless integration with Kubernetes application controller and its ease of use and stuff. One of the major, what interested me is that when I started, going into creating my own policies, I did not know how to actually write a policy on my own. So what I did was I just researched a bit and I got to know that Kyverno has this website where they have uploaded almost all the possible policies out there. They have over 300 policies. You could use that in your own Kubernetes environment. So that is a very, very big thing for me when I started into policy management and stuff. Yeah, one more thing. Kyverno is a tool that helps you in, there's this thing called container signature verification. I don't know how many of you knows it. There is this tool called Cosign that's used to, sign signatures for containers. It's basically to, check whether a given container image is, a valid one or something out of the non-ordinary thing. So this policy engine has this capability to check if a container is the, the relevant or the correct one, or something that's from the correct source. Usually, ഞാൻ എവിടെയൊക്കെ പരിപാടി അവതരിപ്പിച്ച് കഴിഞ്ഞാലും പണി കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഡെമോ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. തൽക്കാലം സ്ക്രീൻഷോട്ട്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ബേസിക്കലി ഇത് നിങ്ങൾക്ക് എത്ര പേർക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും സൂം ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. പറ്റില്ല, അപ്പോൾ കുഴപ്പമില്ല.
So anyways, I'll just dictate what this command is. Initial setup, I don't have any policy engines attached. Policy engines കാര്യങ്ങളൊന്നുമില്ല. Previous slide ഇങ്ങനെ ഒരു ഇൻസ്റ്റാളേഷൻ സെറ്റപ്പ് ഉണ്ട്. Helm വെച്ചിട്ടാണ് easy installation വരിക. I hope everyone knows what Helm is. It's more like a package management thing for Kubernetes. JavaScript in NPM പോലെ Kubernetes it has. കൈവറിനോ ഞാൻ എൻ്റെ കുബർനെറ്റീസ് എൻവയോൺമെൻറ്റിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ kubectl കമാൻഡ് വെച്ചിട്ട് ഒരു ഡിപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക വിത്ത് ദ ഹെൽപ്പ് ഓഫ് യൂസിങ് ദ എൻജിനെക്സ് ഇമേജ്. എല്ലാവരും ബേസിക്സ് തുടങ്ങുമ്പോൾ എൻജിനെക്സ് ഇമേജ് വെച്ചിട്ട് തന്നെ തുടങ്ങും. ഐ ഡോണ്ട് നോ വൈ, ബട്ട് ദാറ്റ്സ് വാട്ട് ഇറ്റ് ഇസ്. അപ്പോൾ when it's run, when this command is executed, you get the whole deployment stuff. ഇപ്പോൾ നോക്കിയപ്പോൾ pods ഉണ്ട്. Just to clean things up, ഞാൻ ആ ഒരു ഡിപ്ലോയ്മെൻറ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഇനീഷ്യൽ സെറ്റപ്പ്. ഓക്കെ, ഇനി ദിസ് ഇസ് വാട്ട് എ കൈവറിന പോളിസി ലുക്സ് ലൈക്ക്. വാട്ട് ദിസ് പോളിസി ഡസ് ഇസ് ഐ ജസ്റ്റ് എക്സ്പ്ലെയിൻ. ഈ ഒരു പോളിസി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീഫോൾട്ട് നെയിം സ്പേസിൽ റിസോഴ്സ് ക്രിയേഷൻ റെസ്ട്രിക്ട് ചെയ്യും. ദാറ്റ്സ് വാട്ട് ദിസ് പോളിസി ഡസ്. അതൊരു ബേസിക് എക്സാമ്പിൾ ആയിട്ട് തോന്നി. ദാറ്റ്സ് വൈ ഐ യൂസ് ദിസ് പെർട്ടിക്കുലർ പോളിസി. കുറച്ച് ലോങ് ആണ്. ഐ ഡോണ്ട് നോ വൈ ഇറ്റ്സ് സോ മച്ച് ലോങ്. ഇറ്റ് വാസ് വേ മോർ ലോങ്ങർ വെൻ ഐ ടുക്ക് ഇറ്റ് ഫ്രം ദ കൈവർണോ വെബ്സൈറ്റ്. ഐ റെഡ്യൂസ് സം അനോട്ടേഷൻസ് ആൻഡ് ലേബിൾസ്. അങ്ങനെയാണ് ഇത്രയും ചെയ്തത്. ഐ നീഡ് ടു ഫിറ്റ് ദിസ് ഇൻ മൈ സ്ലൈഡ്. അപ്പോൾ ഇതാണ് ആ പോളിസി. ആ പോളിസി നമ്മൾ റൺ ചെയ്യുന്നത് സാധാരണ ഏതൊരു YAML ഫയൽ റൺ ചെയ്ത പോലെ kubectl അപ്ലൈ കമാൻഡ് വെച്ച് റൺ ചെയ്തു. ഇപ്പോൾ കൈവർണ പോളിസി ഈസ് അറ്റാച്ച്ഡ് ഇൻ യുവർ കുബർനെറ്റീസ് ക്ലസ്റ്റർ ആണല്ലോ. എന്നിട്ട് kubectl ഗെറ്റ് ക്ലസ്റ്റർ പോളിസീസ് എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കുമ്പോഴത്തേക്ക് യു വിൽ ഗെറ്റ് ദ വാട്ട് എവർ ദ പോളിസീസ് ദാറ്റ് ആർ അറ്റാച്ച്ഡ് ഇൻ യുവർ കുബർനെറ്റീസ് ക്ലസ്റ്റർ. ഇനി you run the same command again. Deployment file, deployment create ചെയ്യുന്ന nginx image വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആ പരിപാടി ഉണ്ട്. You do the same thing and you'll get an error. Okay, ഇതാണ് ബേസിക്കലി വാട്ട് ഇറ്റ് ഈസ്. എന്താ പറയുക, ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇതാണ്. ഡീഫോൾട്ട് നെയിം സ്പേസ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ സ്റ്റാർട്ട് വർക്കിംഗ്. ആ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ വെച്ചിട്ടില്ല. അപ്പോൾ ക്ലീനപ്പ് പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക്കലി kubectl ഡിലീറ്റ് മറ്റേ സാധാ ഡിലീറ്റ് കമാൻഡ് വെച്ചിട്ട് യു ക്യാൻ ഡു ദാറ്റ്. സോ ദിസ് ഈസ് ഹൗ എ ബേസിക് പോളിസി എഞ്ചിൻ വർക്ക്സ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു സം. Now JS policy. Till now I talked about YAML files. JS policy, as the name suggests, ഇത് എഴുതിയിരിക്കുന്നത് TypeScriptലും JSലും. സോ ഇവിടെ ഡെവലപ്പേഴ്സ് ഉണ്ട്. DevOps conference-ന്റെ ഡെവലപ്പേഴ്സ് So there's that. So for developers, people who are more into JavaScript and stuff, this is a policy engine that you could use. അതായത് നേരത്തെ YAML അത് പോളിസി എഴുതിയിട്ടുണ്ടെങ്കിൽ ഹിയർ യു ഗെറ്റ് ടു യൂസ് JavaScript to write policies. കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും നേരത്തെ കൈവർണ്ണമായിട്ട് അത്രയും കഥ എഴുതി വെക്കാത്ത രീതിയിൽ കുറച്ചുകൂടെ ചുരുക്കിയാണ് എഴുതാൻ. സോ ദാറ്റ്സ് വാട്ട് ഇറ്റ്. പിന്നെ ഈ ഒരു ആർക്കിടെക്ചറിൽ ഐ വുഡ് ലൈക്ക് ടു പോയിന്റ് ഔട്ട് വൺ തിങ്, ദാറ്റ് ഈസ് ഗൂഗിളിൻ്റെ V8 എൻജിൻ ഉണ്ട് ഗൂഗിൾ ക്ലൗഡിൽ. ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു ആർ ഫെമിലിയർ വിത്ത്. ഇവിടെ കാറ് ഭ്രാന്തന്മാരുണ്ടോ? ഗൂഗിൾസ് V8 എൻജിൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലാദ്യം അതാണ്. സോ ബേസിക്കലി V8 engine is more like a high performance compiler sort of thing that's running in Google Code. അപ്പോൾ JavaScript ആപ്ലിക്കേഷൻസ് റൺ ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടെ ഫാസ്റ്റ് ആവും. അതാണ് JS പോളിസി ലെവറേജ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇറ്റ്സ് കൈൻഡ് ഓഫ് മോർ ഫാസ്റ്റർ യു കുഡ് സേ. സോ യാ, ദിസ് ഇസ് നോട്ട് അണ്ടർ CNCF ആസ് ഓഫ് നൗ. ദിസ് ഈസ് ആക്ച്വലി ക്രിയേറ്റഡ് ബൈ എ കമ്പനി കോൾഡ് ലോഫ്റ്റ്. ഈ ഇൻസ്റ്റലേഷൻ നേരത്തെ പറഞ്ഞ പോലെ യു ക്യാൻ യൂസ് Helm again. And like I said, policy has code with JavaScript. പിന്നെ yes, controller policies. നേരത്തെ for Kaivarna there was a specialty for verifying signatures for containers, right? അതേപോലെ എന്നെ ഇൻട്രസ്റ്റ് ചെയ്യിപ്പിച്ച ഒരു ഫീച്ചറാണ് കൺട്രോളർ പോളിസീസ്. യൂഷ്വലി ഒരു പോളിസി റൺ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ whenever you try to create or modify
something in your cluster. kubectl command is kubectl command is basically used to interact with the kube API server, right? So, or HTTP request, or API calls whatever that's being created, it is being created in your Kubernetes environment. Or API calls that API call is being validated by a particular policy engine. That is the API call, that is the kubectl deployment in default namespace create ചെയ്യുമ്പോൾ ഒരു അതിനനുസരിച്ചായിട്ടുള്ള policy നേരത്തെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ that API is being validated. അതുകൊണ്ടാണ് അങ്ങനെയാണ് നേരത്തെ എറർ വരുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടുത്തെ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ഡിഫറൻറ്റ് സ്റ്റോറി. അതായത് imagine or everything that's being changed inside your Kubernetes environment is considered as events. Various events. Creation of pods, that's an event. Deletion of pods, that's an event. Creating services, everything is an event. Modification, creation, deletion, everything is an event in Kubernetes. So, അങ്ങനെ വരുമ്പോഴത്തേക്ക് ഓരോ ഇവന്റിനെ ഇത് മോണിറ്റർ ചെയ്തു. That means whenever there's a change in state inside your Kubernetes environment, this policy is being, comes in action. So that's what the special, this makes it even more faster. If you take also if you want to write your own policies, you can write your own policies and publish it in npm.js.com, and if you want to use more policies, you can pull it from them and use it in your See, നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ചുരുങ്ങിയിട്ടുണ്ട്. So you just need to know the JavaScript logic to write a particular policy. ഇതും സെയിം പരിപാടി തന്നെ ചെയ്യുന്നത്. ഡിഫോൾട്ട് നെയിം സ്പേസിൽ റിസോഴ്സ് ക്രിയേഷൻ സമ്മതിക്കില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ സെയിം രീതി തന്നെയാണ്. ഇത് YAML ആണ്, ബട്ട് ദ സ്ക്രിപ്റ്റ് യു റൈറ്റ് ഈസ് ഇൻ JavaScript. അപ്പോൾ kubectl അപ്ലൈ കമാൻഡ് വെച്ചിട്ട് ചെയ്തു. വാട്ട് ഓൾ പോളിസീസ് ദാറ്റ് ആർ ദെയർ ഇൻസൈഡ് യുവർ ക്ലസ്റ്റർ അത് കണ്ടുപിടിക്കുന്നത് kubectl നേരത്തെ ഗെറ്റ് ക്ലസ്റ്റർ പോളിസീസ് ആണ്. ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് യു ഡു JS പോളിസി. അപ്പോൾ ഒരു സാധനം കിടക്കും. നേരത്തെ ഇനീഷ്യൽ സെറ്റപ്പ് ആയിരുന്നു. ഇനീഷ്യൽ സെറ്റപ്പ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പോളിസി അപ്ലൈ ചെയ്തു. നേരത്തെ സെയിം പരിപാടി എൻജിനെക്സ് വെച്ചിട്ട് ഡിപ്ലോയ്മെന്റ് ചെയ്യാൻ നോക്കി, പറ്റത്തില്ല മോനെ. ഫൈനലി അവസാനം ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പറയാം. ഇനി ബേസിക് കമ്പാരിസൺ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. പീപ്പിൾ ഹു ആർ ഇൻ ടു Kubernetes choose Kyverno obviously. People who have been transitioning from development to DevOps, more easier to use their policies. And people who don't like to write long policies choose JS policy. പിന്നെ Kyvernoയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. സിൻസ് ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി Kubernetes നേറ്റീവ്, ഇതിന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് മോണിറ്ററിംഗ് സെറ്റപ്പ് ചെയ്യേണ്ട. വാട്ട് എവർ ദാറ്റ്സ് റണ്ണിങ് ഇൻസൈഡ് യുവർ ക്ലസ്റ്റർ ഇത് അതിനകത്ത് തന്നെ റൺ ചെയ്യുന്നതാണ്. അപ്പോൾ യു ക്യാൻ ഇൻഡയറക്ട്ലി മോണിറ്റർ റിസോഴ്സ്. And finally, in the community കാര്യങ്ങളൊക്കെ ഉണ്ട്. Both have good communities and stuff. JS policy is kind of fairly new to the game. പക്ഷേ അവരുടെ കമ്മ്യൂണിറ്റി ഒരുപാട് ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. Since it is new to the game, നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആൻസർ. അൺലൈക്ക് Kyverno കിട്ടത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ 2 മണിക്കൂർ വരും. So that's what it is. Now, factors to consider if you are actually going to use a policy engine inside your cluster. ഫസ്റ്റ് സാധനം, ശരിക്കും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് നിങ്ങളുടെ കമ്പനിയായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ എൻവയോൺമെൻറ്റായിട്ടോ നിങ്ങൾ തന്നെ അസസ് ചെയ്ത് നോക്കുക. ആവശ്യമില്ലെങ്കിൽ ചെയ്യണ്ട, ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്യുക. കാരണം എന്നെപ്പോലത്തെ ആൾക്കാരൊക്കെ കമ്പനി വന്നു കഴിഞ്ഞാൽ പിന്നെ പാടാവും. Then there is team expertise. നേരത്തെ പറഞ്ഞ പോലെ if you are more into Kubernetes, you can use Kyverno or other policy engines. അല്ലെങ്കിൽ Google JS policy. പിന്നെ integration requirements. Kubernetes native ആയതുകൊണ്ട് തന്നെ it's easier to integrate Kyverno with Kubernetes environments. പക്ഷേ JS policy is also working on it. അത് maybe in a few months അതും അതിൻ്റെ ഇൻറ്റഗ്രേഷൻസ് അത്യാവശ്യം seamless ആവും. പിന്നെ കമ്മ്യൂണിറ്റി സപ്പോർട്ട് നേരത്തെ പറയുക. കൺക്ലൂഷനായിട്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതൊക്കെ തന്നെയാണ്
അതായത് ഇമ്പോർട്ടൻസ് ഇതൊക്കെയാണ് Kubernetes Policy Engines ഒക്കെ. സോ നിങ്ങൾ തന്നെ പറയട്ടെ, ഷുഡ് യു ആക്ച്വലി യൂസ് പോളിസി എൻജിൻസ് ഇൻ യുവർ എൻവയോൺമെന്റ്സ്? യെസ്. നിങ്ങളുടെ ഒരു സിംഗിൾ ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് Kubernetes Policy Engine ചെയ്യണോ? Yeah, that's a question you will have to ask yourself. പിന്നെ yeah, that's how you deploy a Kubernetes cluster. Thank you. Very questions on that. നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യുന്നു. അപ്പോൾ താങ്ക് യു ഓൾ ഫോർ ലിസണിങ്.